അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഷെമിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ മൂപ്പരും ഇവിടെ അല്ല കേട്ടോ, ഷെമി ഇവിടെ അല്ല. ഷെമി രാവിലെ തന്നെ നീച്ച് പണിക്കോന് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കണപ്പോൾ ഉച്ചക്ക കേട്ടോ, ആരുമില്ല, ഞാൻ തന്നെ ഉള്ളൂ കേട്ടോ വരയിൽ. ഐസമ്മോള് താഴത്തെ വരെ പോയതാട്ടോ. ഓളിപ്പോൾ ഞാൻ വരാൻ പറഞ്ഞ് വിളിച്ചിട്ട് ഓള് വരുന്നില്ല. ഓൾ അവിടെ നിൽക്കാറുണ്ട്, അവിടെ തന്നെ കേട്ടോ വന്നില്ല. ചോറൊക്കെ അന്ന് തിന്നാണ് പറഞ്ഞു. അപ്പോൾ 2 ദിവസം ഇന്നലെ വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല കേട്ടോ. നല്ല പനിയായിട്ട് പറ്റ സൈഡായി. ഇന്നലെ വീണ്ടും പോയി, മിനിഞ്ഞാന്ന് പോയി ഡോക്ടറെ കാണിച്ചു. ഞാൻ ആ വീഡിയോ ഇട്ടിനി. പിന്നെ ഇന്നലെ വീണ്ടും പോയി കാണിച്ച് ടെസ്റ്റൊക്കെ ചെയ്ത്. അപ്പോൾ യൂറിൽ ഇൻഫെക്ഷനാന്നൊക്കെ പറഞ്ഞ് അതിനെല്ലാം മരുന്ന് കുടിച്ച് അപ്പോഴാട്ടോ പനിയൊന്ന് വിട്ടത്. അതുവരെ വിടാതെ പനിച്ചേനി കേട്ടോ. വിടാതെ പറഞ്ഞാൽ ഒന്ന് വിടും, വീണ്ടും അതുപോലെ വരും. അങ്ങനെ നല്ല പനിയേനി കേട്ടോ. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ ഒന്ന് തല പൊക്കിയത്. ഇന്നലെ ഫുള്ള് കിടത്തേനി കേട്ടോ. മേലും കയ്യും വേദനയായിട്ട് നീച്ചാനേ കഴിയണില്ലേനി. പിന്നെ പനിയായിട്ട് ഫുള്ള് കിടത്തന്നെയാണ്. ഇന്നലെ ഫുള്ള് ഐസമോളെ ഫുള്ള് ഡ്യൂട്ടിയൊക്കെ ക്ഷമിക്കേനി കേട്ടോ. ക്ഷമിയും ബേബിയേനി കേട്ടോ. ഇന്നലെ ഓലേനി ഇന്നലെ ഫുള്ള് നോക്കിനി. അതൊക്കെ വീഡിയോ എടുക്കാനൊന്നും കഴിയില്ല, കൈയൊക്കെ ഇങ്ങനെ കടയും കേട്ടോ. പക്ഷെ ഇപ്പോൾ റെഡി ആയിട്ടോ, പനിയൊക്കെ മാറി ഓക്കെ ആയിന്. പക്ഷെ കണ്ണിനൊക്കെ ചെറിയൊരു ചുവപ്പ് ഇതൊക്കെ ഉണ്ട്, അല്ലാതെ പനിയൊക്കെ മാറി. ഇന്നലെ തന്നെ ഏകദേശം പനി അവിടെ കാണിച്ച്. പിന്നെ ഞങ്ങൾ ഇക്രയിൽ പോയി കാണിച്ചിട്ടോ, വയക്കാട്. അപ്പോഴാണ് പനിയൊന്ന് വിട്ടത്. അതിന് മുന്നേ പനി വിടുന്നുണ്ട്, വീണ്ടും അതുപോലെ അങ്ങോട്ട് വരിക. നല്ല പനി, എത്ര പൊതിച്ചിട്ടൊന്നും ഇങ്ങനെ തണുക്കട്ടെ പറക്കേനി പനിച്ചിട്ട്. അങ്ങനെ പനിയൊക്കെ മാറി. അപ്പം ഇന്ന് ഷെമിൻ്റെ ബർത്ത്ഡേ ആണ്. ഷെമിക്ക് അറിയില്ലേനി കേട്ടോ. അറിയില്ലേനി പറഞ്ഞാൽ അറിയാം, അങ്ങനെയല്ല. ഇന്ന് 29-ാം തീയതി എന്നൊന്നും അറിയില്ലേനി. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ വിഷ് ചെയ്തപ്പോൾ ഇന്ന് ഇനിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നീച്ച് ചായയും കുടിച്ച് ഓല് പണിക്കോ കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ ഗിഫ്റ്റൊന്നും വാങ്ങിയില്ലല്ലോ അങ്ങനെയൊക്കെ രാവിലെ അങ്ങനെ പറഞ്ഞിനി. ആ സാരമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് പോയി. അപ്പോൾ ഞാൻ വാങ്ങിക്കണം കേട്ടോ. വാങ്ങി പറഞ്ഞാൽ എന്നോ വാങ്ങി വെച്ചു. ഇത് 23-ാം തീയതി വാങ്ങി വെച്ചു കേട്ടോ. ഞാൻ 23-ാം തീയതി ഇതുപോലെ ഒരു ദിവസം ബേബി സിത്തുവിന് യൂണിഫോം എന്തൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പാറയിൽ പോയിട്ടോ. ഇടവണ്ണ പാറയിൽ പോയപ്പോൾ ഞാൻ ഷെമിനോട് അറിഞ്ഞ റിസൾട്ട് കാണിക്കാണ്ട്, ഡോക്ടറെ കാണിക്കാണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചിട്ട് വരാം അങ്ങനെ പറഞ്ഞാണ്ട് ബേബി ഏതായാലും പോകുന്നുണ്ടെന്ന് ഞാൻ ബേബീൻ്റെ ഇപ്പോൾ പോവാമെന്നും പറഞ്ഞിക്കാണ്ട് പോയിട്ടോ. അപ്പോൾ ഐസമോൾ അവിടെ ഇട്ട് ഷെമി അന്ന് നോക്കിന്ന് ഞങ്ങൾ പോയിട്ടോ. അപ്പോൾ ഞാൻ ബേബിനോട് അതേ പറഞ്ഞിനി, നമുക്ക് ഇങ്ങനെ വാങ്ങണം എന്നുള്ളത് ബേബിനോട് അതേ പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം ഞാൻ പറയാം കേട്ടോ ബേബിനോട്, നിങ്ങൾ പോകൂലേ, അപ്പം ഞാനും പോരാന്നൊക്കെ പറയണേക്ക് ഷെമി അങ്ങോട്ട് വന്ന്. പക്ഷെ മനസ്സിലായില്ല, എന്താണ് ഏതാണെന്നൊന്നും മനസ്സിലായില്ല ഫുള്ള് കേൾക്കാത്തതിനോട്. അപ്പോൾ അന്നൊരു ദിവസം എന്നിട്ട് ഇതുപോലെ ഞങ്ങൾ പോയി. സിത്തു ഉണ്ടായിരുന്നു, സിത്തുവിനോട് പറയരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞാണ്ട് ഞങ്ങൾ പോയി. അപ്പോൾ അന്ന് ഞാൻ വാങ്ങിയ അലമാറയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആളിതുവരെ കണ്ടിട്ടൊന്നുമില്ല, അങ്ങനെ നോക്കുകയൊന്നുമില്ല. ഞാൻ താഴെ വെച്ചതിനോട് കണ്ടിട്ടുമില്ല. അപ്പോൾ ഞാൻ അന്ന് വാങ്ങി വെച്ചിരുന്നു സാധനം കേട്ടോ. പക്ഷെ ഇന്ന് ഞാൻ പറഞ്ഞ ഒന്ന് വാങ്ങിയില്ല എന്നൊക്കെ പറഞ്ഞ് വാങ്ങിയെന്നൊന്നും വിചാരിച്ചിട്ടേ ഉണ്ടാവില്ല. പിന്നെ എനിക്ക് സുഖമില്ലാതായി. പിന്നെ ഞാനിങ്ങനെ ഇതൊക്കെ ആയില്ലേ, ഷെമിൻ്റെ ഒപ്പം അല്ലാതെ പുറത്ത് പോയിട്ടുമില്ലല്ലോ. അപ്പോൾ ഒന്ന് വാങ്ങിയില്ല എന്നേക്കാരെ കരുതിക്കണത്. അങ്ങനെ അപ്പോൾ സിത്തു ടീമുണ്ട് കേട്ടോ അവിടെ. ഓനോൻ്റെ ചങ്ങായിമാരൊക്കെ ഉണ്ടാണ്. അപ്പോൾ അതിൽ ഒരു ചങ്ങായിൻ്റെ ഒപ്പ തിരഞ്ഞെന്നതാണ്. അപ്പോൾ വിളിച്ചപ്പോൾ ഞാൻ പോയിട്ടോ, വീഡിയോ കട്ടാക്കി അതിൻ്റെ ഇടയ്ക്ക് പോയി. അങ്ങനെ ഞാൻ എന്നോ വാങ്ങി വെച്ചണം കേട്ടോ. അപ്പോൾ ഞങ്ങളാരും പറഞ്ഞിട്ടില്ല വാങ്ങിയത്. ബേബി ഞാൻ വാങ്ങിയതേനി. ഇനി പറ്റുമോ എന്താണെന്നൊന്നും അറിയില്ല, പാകമാണോ എന്നൊന്നും അറിയില്ല. ഞങ്ങളൊരു അളവ് നോക്കി പോയിക്കാണ്ട് അങ്ങനെ വാങ്ങി വെച്ചാണ് കേട്ടോ. അപ്പോൾ ഇനി പണി കഴിഞ്ഞ് വന്നിട്ട് വേണം കൊടുക്കാൻ. അപ്പോൾ ഞാൻ പോകുമ്പോൾ കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ, ഞാൻ മുണ്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പോയിന്. ഇനി പണി കഴിഞ്ഞപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ല, വന്നിട്ട് വേണോ കൊടുക്കാൻ. അപ്പോൾ കൊടുക്കണത് പറ്റുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കണ്ട കേട്ടോ. അങ്ങനെ പിന്നെന്താ എല്ലാവരും വിശേഷം, സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇങ്ങനെയൊക്കെയാണ്, സുഖമില്ല. 2 ദിവസമായിട്ട് ഇന്നലെ തീരെ നീച്ചില്ല കേട്ടോ. രാവിലെ കിടന്നിട്ട് പിന്നെ രാത്രി ഷെമി വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇപ്പോഴും റെഡി ആയിട്ടില്ല കേട്ടോ, ഫുള്ളായിട്ട് മാറിയിട്ടൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ഇന്ന് നീച്ച് ഒക്കെ ഓക്കെയാണ്. ഇന്നലെ തീരെ പൊന്തിയിട്ടേ ഇല്ലേനി. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് വിശേഷം. ബാക്കിയൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മളെ ബർത്ത്ഡേ ചെക്ക ഇവിടെ എത്തീന് കേട്ടോ. ഞാൻ വലിയ ആളെ എത്തിയിട്ടുണ്ട് നോക്കാറ്. അപ്പോൾ എത്തീന്. അപ്പം എന്താ നിങ്ങൾക്ക് പറയാനുള്ള ബർത്ത്ഡേ ആയിട്ട്? 1 വർഷം കൂടി പോയില്ലേ?
ആയുസിന്റെ ഒരു വർഷം കൂടിയാണ് പോയി. അപ്പൊ ഞങ്ങൾക്ക് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കട്ടോ. മോളെ വേണ്ട, ഇവിടെ ഇരിക്കി, ഇവിടെ ഇരിക്കി. ഷെമി നെട്ടിട്ടോ, ഞാൻ ഗിഫ്റ്റ് കൊടുക്കാറപ്പോ ഷെമി നെട്ടി പോയേ. വലുതൊന്നല്ല, ചെറിയൊരു സാധനം. ഇതെന്തോ വാങ്ങീനി. ആ അന്ന് ഞങ്ങള് ഹോസ്പിറ്റലിൽ പോയില്ലേ, എന്നിട്ട് കണ്ടില്ല. തന്നെ രസമുണ്ടോ? ഇടക്ക് പൊടിയൊന്ന് വീണിട്ടോ. റെഡിയാ? ബേബി എടുത്താ? ബേബിയെ ബേബി എടുത്തന്നെ വിചാരിച്ചിന്. ഞാനേ ഈ ഷർട്ട് മാണ്ട വിചാരിച്ചിന്. ഭാഷക്ക് ഉണ്ടല്ലോ ഇതേ കളർ തന്നെ. അപ്പൊ ബേബി പറഞ്ഞേ അത് ഭാഷന്റെ ഇത് മാറ്റണ്ട്. അപ്പൊ അങ്ങനെ എടുത്തതാ. നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ മാറ്റിച്ചാറിനുണ്ട്. ഓലോട് പറഞ്ഞേ മാറ്റിച്ച, ഓലോണ്ടേ മാറ്റിച്ചാ വരുന്നൊക്കെ പറഞ്ഞേ. ഐസമോളെ, ഐസമോളെ നിങ്ങൾ പ്രതീക്ഷിച്ചോ? ഞാനതാ രാവിലെ നിങ്ങളോട് സന്തോഷായിനോ? ഷെമിക്ക് സങ്കടമൊക്കെ വരുന്നുണ്ട്. വലുതൊന്നല്ല കേട്ടോ. ഇന്ന എല്ലാരും കാണുമ്പോ വിചാരിച്ചു എത്താപ്പോ ഇത് നോക്കാം. പക്ഷെ ഞങ്ങൾക്ക് ഇത് വലുതാണ് അല്ലേ. ആ അപ്പൊ നിങ്ങൾ അതെടാ വിചാരിച്ച്. ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് തുണി ഇല്ലല്ലോ, അപ്പൊ ഒരു തുണിയാക്കാ വിചാരിച്ചു വാങ്ങിയത്. അങ്ങനെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തുട്ടോ. ഗിഫ്റ്റ് കൊടുത്ത് ഷെമി തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. കിട്ടും എന്നുള്ളത് തീരെ പ്രതീക്ഷിച്ചില്ല. അങ്ങനെ പ്രതീക്ഷിക്കാതെ കിട്ടുമ്പോൾ ഒരു സന്തോഷമേക്കാരല്ലോ. അപ്പോൾ ഷെമിക്ക് എല്ലാം ഇഷ്ടമായിട്ടോ. ഷെമി പറഞ്ഞ പെരുന്നാൾക്ക് ഞാൻ തുണി കുപ്പായ എടുക്കാന്നേന് വിചാരിച്ചിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ഷെമി. അപ്പോൾ ഷെമിക്ക് എല്ലാം ഇഷ്ടമായിട്ടോ. അപ്പോൾ നമുക്കൊരു സന്തോഷം, നമ്മൾ വാങ്ങി കൊടുത്ത സാധനം ഇഷ്ടമാകുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. അപ്പോൾ ബേബിൻ്റെ സെലക്ഷനാണ് കേട്ടോ. ബേബിൻ്റെ എനിക്ക് അങ്ങനെ അങ്ങോട്ട് എടുക്കാനും, എനിക്കാണെങ്കിൽ പോലും എനിക്ക് അങ്ങനെ എടുക്കാൻ അങ്ങനെയല്ല ഒരു സെലക്ഷനൊന്നും എനിക്കും അല്ലാതെ അറിയൊന്നുമില്ല കേട്ടോ. എൻ്റെ കല്യാണം കഴിഞ്ഞ ഉടനെയൊക്കെ ഞാൻ ബേബിനെ തന്നെയാണ് കേട്ടോ ഒപ്പം കൂട്ടൽ. അതിൻ്റെ മുന്നേ എൻ്റെ ഉമ്മാനി ഇനി ഒപ്പം കൂട്ടൽ. പിന്നെ ഇപ്പോഴാട്ടോ ഷെമി, ഇപ്പോൾ ഷെമിയാണ് എടുക്കൽ കേട്ടോ. എനിക്ക് ഞാൻ അങ്ങനെ നോക്കി ഷെമി പറഞ്ഞാൽ ഷെമിയായിട്ട് എടുക്കൽ. അതിന് മുന്നേ ബേബി കേട്ടോ. ബേബിനെ കൂട്ടുകാനൊപ്പം എനിക്കറിയില്ലാണ് ബേബിനെ കൊണ്ടുപോകും. അപ്പോൾ ഇതും അങ്ങനെ ബേബിനോട് ഞാൻ നോക്കി അങ്ങനെ പറഞ്ഞു ബേബി ആട്ടോ എടുത്തത്. ഇത് രസം ഉണ്ടാവും, ഇത് എടുത്തു പറഞ്ഞാണ്ട് അങ്ങനെ എടുത്താട്ടോ. അപ്പോൾ തുണിയൊക്കെ ബേബിയൊക്കെ മാച്ചാക്കി തന്നെ എടുത്തന്നീനി കേട്ടോ. അപ്പോൾ തുണി കുപ്പായി കേട്ടോ ഇപ്രാവശ്യം കൊടുത്തേ. കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞാൻ വാച്ച് ചെയ്തിട്ട് കൊടുത്തിന്. അന്ന് ഞാൻ ശരിക്കും ബർത്ത്ഡേ കഴിച്ചണമെന്നൊക്കെ വിചാരിച്ചിന് കേട്ടോ. പക്ഷെ അന്ന് പിന്നെ എൻ്റെ ഇമ്മൻ്റെ ഒപ്പൻ്റെ മരണവും ഇതൊക്കെ ആയപ്പോൾ അന്ന് അങ്ങനെ നടന്നില്ല കേട്ടോ. പിന്നെ എന്താ പറയുക, കേക്ക് കട്ടിങ് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല കേട്ടോ. ഇന്ത്യയിലും ഷെമിൻ്റെ ആരേലും അങ്ങനെ കേക്ക് കട്ടിങ് ഒന്നും ചെയ്യല കേട്ടോ. മക്കളേനൊക്കെ മുറിച്ചൊന്നുമല്ലാതെ നമ്മളേനൊന്നും അങ്ങനെ കേക്ക് കട്ടിങ് ഒന്നും ചെയ്തില്ല കേട്ടോ. ഫസ്റ്റ് എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്ന ഫസ്റ്റ് ബർത്ത്ഡേ ഷെമിൻ്റെ അതിന് ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചിരുന്നു കേട്ടോ. ബീച്ചിലൊക്കെ പോയിക്കാണ്ട് അന്ന് ജോമോനും ഉണ്ടായിനി, ഇളച്ചനും ഉണ്ടായി കേട്ടോ. ഇളച്ചനും ഞാനും ഷെമിയും ഷെമിയും ബീച്ചിലൊക്കെ പോയിക്കാണ്ട് അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചിട്ട് അന്ന് ഇപ്പോൾ 4 വർഷം മുന്നേ കേട്ടോ. പിന്നെ ഇതുവരെ കേക്കൊന്നും മുറിച്ചില്ല കേട്ടോ. അപ്പോൾ ഒന്നും കേക്ക് കട്ടിങ് പരിപാടിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നെയ്ച്ചോറും ബീഫ് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. നെയ്ച്ചോറ് പറഞ്ഞാൽ തട്ടിക്കൂട്ട് കേട്ടോ, ഒറിജിനലൊന്നല്ല, നമ്മൾ പച്ചരി കൊണ്ടുള്ളൊരു നെയ്ച്ചോറ്. അപ്പോൾ ഷെമി പണിക്ക് പോയതുകൊണ്ട് തന്നെ ഷെമി തിന്നാൻ പറഞ്ഞത് കേട്ടോ. പിന്നെ പാല് കൊണ്ടെന്ന് വെച്ചിട്ട് പായസം ഉണ്ടാക്കിയത്. അപ്പോൾ ബേബി ഇവിടെ അല്ല കേട്ടോ. അപ്പോൾ ഷെമി പറഞ്ഞാൽ ഇനി നാളെ ഉണ്ടാക്കുക പറഞ്ഞാണ്ട് പാലട വെച്ചത്. പാലൊക്കെ കൊണ്ടുവന്ന് ഇനി പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നാളെ ഉണ്ടാക്കരുത്. അങ്ങനെ ബർത്ത്ഡേ അങ്ങനെ ആഘോഷിക്കലൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ ഗിഫ്റ്റ് എന്തെങ്കിലും വാങ്ങി കൊടുക്കുമോ, അല്ലാതെ അങ്ങനെ ആഘോഷിക്കലൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടം അങ്ങനെ കൊടുക്കാൻ. അപ്പോൾ ഞാൻ അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ കൊടുത്തിന്, ഇപ്രാവശ്യം കൊടുത്ത് ഫസ്റ്റ് ബർത്ത്ഡേക്കൊക്കെ കൊടുത്തിന് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ചെറിയൊരു വീഡിയോ എനിക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക.
അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റ ബൈ.